അണ്ണാ തള്ളക്ക് വട്ടാണ അണ്ണാ ബോവ സാർ വരുമ്പോ എല്ലാം ശരിയാവും. നിന്നെ എന്റെ മുന്നിൽ കണ്ടുപോരുന്നു. നുണയും പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ടുവന്നു ആ തള്ളയുടെ വായിരുന്നു മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പറയട്ടെ. അമ്മച്ചിയോട് നിങ്ങൾ ഏതാണ്ടൊക്കെ രഹസ്യം പറയണത് കേട്ടല്ലോ. എന്നെ കാര്യമാ? അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ വീട് ഭരിക്കുന്നത് ഞാനാ. ഇവിടെ എന്നാ നടക്കണമെന്ന് എന്നാ നടക്കരുതെന്ന് ഞാൻ തീരുമാനിക്കും. എന്നോട് പറയാൻ മേലാത്ത കാര്യം ഈ വീട്ടിൽ പിന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടന്മാര് ചെല്ല്. ഇനി പഠിക്കകത്തോട്ട് കേറരുത്. അല്ല അത് പിന്നെ കൊച്ചമ്മ. അതേടോ, ഞാൻ തന്നെ എവിടുത്തെ കൊച്ചമ്മ. എന്നതാ സംശയമുണ്ടോ? വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം സംശയം തീർക്കാൻ. അപ്പോ ബോബൻ സാറിന്റെ? ആ അതെ. എങ്കിൽ കൊച്ചമ്മയോട് കാര്യം പറയാം. നിങ്ങളുടെ കാണാതായ കൊച്ചിനെ കാട്ടിലുള്ള ആ ചെമ്പകം എവിടെയാ രഹസ്യമായി പറപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. പോലീസ് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കത്തില്ല. പക്ഷേ ഈ തുരുമ്പ് തമ്പി മനസ്സ് വെച്ചാൽ കൊച്ച് നിങ്ങളുടെ കയ്യിലെത്തും. പക്ഷേ തൊട്ട് വേണം, തൊട്ട്. 5 ലക്ഷം കാശൊക്കെ തരാം. പക്ഷേ എന്റെ ആവശ്യം വേറൊന്നാ. ആ കുഞ്ഞിനി ഒരിക്കലും ബോബന്റെ കയ്യിൽ വരാൻ പാടില്ല. ഈ വീട്ടിലും തട്ടിയേക്കട്ടെ. എന്ത് വേണേലും ചെയ്തോ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം തരാം. ഏറ്റവും അഡ്വാൻസ്. ഓ, കാശാട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് വെച്ചോ, ബാക്കി പിന്നെ. ചെമ്പകത്തിന്റെ വീടല്ലേ ഇത്? അതെ സാറേ. എന്താ കാര്യം? അന്ന് നിങ്ങൾ സംഘം ചേർന്ന് എന്നോട് കളിച്ച കളി സാറിനോട് എടുത്താൽ പിന്നെ ഇവിടെ നടക്കുന്ന വെടിവെപ്പായിരിക്കും. നിയമപാലകരെ ഭീഷണിപ്പെടുത്തി കാട് ഭരിക്കാൻ അറിയണ നീ. വേണ്ട, ഇപ്പൊ നമ്മൾ വന്നത് തല്ലാനും കൊല്ലാനൊന്നുമല്ല. കുഞ്ഞിനെ തന്നില്ലെങ്കിൽ മതിയല്ല. എന്താ? നീയാണോ ചെമ്പകം? അതെ സാറേ. പോലീസിനെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? അയ്യോ സാറേ, ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. കരുമൻ ഒരു കുഞ്ഞിനെ കൊണ്ടു തന്നോ ഇവിടെ? അത് ഉത്തരം പറയടി ചോദിച്ചേനെ. കൊണ്ടു തന്നു. എങ്കിലെ കുഞ്ഞിനെ എടുത്തോണ്ട് ഇറങ്ങി വാ. എന്താടി നിന്നിപ്പോ നിന്റെ അപ്പൻ ചത്തോ? സാറുമാര് ആ കുഞ്ഞ് ചത്തുപോയി. എന്താ എന്താ നീ പറഞ്ഞ? വേറെ ഇറക്കുക. ഇടിച്ചു നിന്റെ മൂക്കിന്റെ പാലം താർത്തല ഞാൻ. സത്യമാ സാറുമാര്, ആ കൊച്ചു ചത്തു. എങ്ങനെ? ആ കുഞ്ഞിന്റെ മേലേക്ക് ഒരു ഒരല് മറിഞ്ഞു വീണ് നെഞ്ചത്ത്. അതെങ്ങനെ വീണെന്ന് അറിയത്തില്ല. ഞാൻ പാല് കൊടുക്കാൻ വന്നപ്പോ എന്റെ കൊച്ചു മരിച്ചു കിടക്കണ. എപ്പോ? ഇന്നലെയോ? ഒരാഴ്ചയായി സാർ. പച്ച കള്ളമാണ് സാർ ഇതൊക്കെ. ഞങ്ങൾ ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് 3 ദിവസമായിട്ടുള്ളൂ. കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സംഘം ചേർന്ന് ഞങ്ങൾ തടഞ്ഞവരായി വരും. ഇപ്പൊ പറയുന്നു കുഞ്ഞ് മരിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു. എന്താടാ ഞങ്ങളെ വിഡിയോളാക്കാൻ നോക്കുക? അയ്യോ, സത്യമായിട്ടും അല്ല സാറേ. കുഞ്ഞ് 5-6 ദിവസം മുമ്പ് മരിച്ച്. ആ സങ്കടത്തിൽ എല്ലാരും നിൽക്കുമ്പോഴാ സാറുമാര് വന്ന് കൊച്ചിനെ വേണോന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോ ആ ചന്ദ്രനും പേങ്ങനും ഒക്കെ കൂടിയാ മാമനെ പിരികേറ്റി സാറന്മാർക്കെതിരെ നിർത്തിച്ചത്. കൊച്ചു മരിച്ചിട്ടും ഞങ്ങളോട് കരുണ കാട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഞങ്ങളെന്ന് അങ്ങനൊക്കെ. സാർ ഇതൊക്കെ കള്ളമാണ്. രണ്ടിനെയും പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയാലേ സത്യം പുറത്തു വരൂ. കുഞ്ഞിനെ എവിടെയാ മറവ് ചെയ്തേ? എനിക്കതൊന്ന് കാണണം. അതെ, തെക്കേപ്പറമ്പിലാ. സാറുമാര് ചെന്ന് നോക്കിയാട്ടെ. മാമ, സാറുമാരെ ഒന്നും കൊണ്ട് കാണിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടെ വരാം. സാറുമാര് വന്നാട്ടെ. എന്റെ അടുത്ത് വേല ഇറക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങില്ല. ആളെ വരുത്തി 2 മണിക്കൂറിനകം കുഞ്ഞിന്റെ ശവം കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും ഞാൻ. അതിന് കുഞ്ഞിനെ ചെതയിൽ വെച്ച് കത്തിച്ചല്ലോ സാർ. കത്തിച്ചാലും തലയോട്ടിയും എല്ലാം അവിടെ ബാലൻസ് ഉണ്ടാവും. കുഴിച്ച് നോക്കുമ്പോ അത് കിട്ടിയില്ല എങ്കിൽ രണ്ടിനെയും പിടിച്ചാൽ ആത്താക്കും. സാറുമാര് കുഴിച്ചു നോക്കിക്കോ. ഞങ്ങള് പറഞ്ഞത് സത്യ. എന്നതാ അമ്മച്ചി ഇത്? ഒരു ചായക്ക് പറഞ്ഞിട്ട് 1/2 മണിക്കൂറായല്ലോ. മേലെങ്കിൽ ഒന്നും ചെയ്യാൻ മേലല്ലേ? കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് കുറയട്ടെ. തറയൊക്കെ ഒന്ന് നനച്ച് തുടച്ചാട്ടെ. എടേ, അധികം നെകളിച്ചാലുണ്ടല്ലോ. നെകളിച്ച തള്ള എന്നെ എന്തോ ചെയ്യും?
മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് നിന്നില്ലെങ്കിലേ ചവിട്ടി പുറത്താക്കും ഞാൻ. ഈ വീട്ടിൽ ഇനി എന്റെയും എന്റെ മാത്തിച്ചായന്റെയും നയമേ നടക്കത്തുള്ളൂ. മനസ്സിലായോ പരട്ടെ തള്ളേ? കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ടടി. അവസാനം നിന്റെ തലയില് ദൈവം തമ്പുരാൻ തീ കുന്നിക്കും. ഓ, ഞാനതങ്ങ് സഹിക്കും. ഇപ്പൊ തള്ള ഞാൻ പറയുന്നത് കേട്ടാട്ടെ. ഇല്ലെങ്കിൽ തള്ളയുടെ തലയിൽ ഇപ്പൊ തന്നെ തീ കുന്നിക്കും. മണ്ണെണ്ണ ഒഴിച്ച് കൊളുത്തു ഞാൻ. പോയി ബക്കറ്റ് മണ്ണ് എടുത്തിട്ട് വാ തള്ളേ. എന്നതാ മോളെ ഇവിടെ ഒരു ഒച്ച കേട്ടെ? നിന്റെ കൊച്ചിന്റെ കരച്ചിലാന്നോ? കൊച്ചോ? അപ്പച്ചൻ എന്നതാ ഈ പറയുന്നേ? ഞാൻ വിചാരിച്ചു നിന്റെയും ബോബന്റെയും കുഞ്ഞിന്റെ കരച്ചിലാന്ന്. എന്നതാ മോളെ അവൻ വരാൻ ഇത്രയും താമസം? എന്റെ ബോബന്റെ കൊച്ചിനെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുവല്ലോ ഈ അപ്പച്ചൻ. ആ, അതില്ലേ അപ്പച്ച, ഇനി 9 മാസം അപ്പച്ചൻ കാത്തിരിക്കണം. അങ്ങനെയാന്നോ? ഇതെന്നാ വകതിരില്ലാത്ത ഏർപ്പാടാ കൊച്ചേ. എനിക്ക് എന്റെ കൊച്ചുമോനെ ഉടനെ കാണണം. ധൃതിയൊക്കെ കൊള്ളാം അപ്പച്ച. പക്ഷേല് അപ്പോഴേക്കും കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കണ്ടായോ? എന്നാ കാര്യമാ മോളെ? ഒന്നാമത് കുഞ്ഞിന് ജീവിക്കാനുള്ള ഇങ്ങനെയാ ഞാൻ മനസ്സമാധാനത്തോടെ പ്രസവിക്കുന്നേ. ഭാവിയിൽ എന്റെ മോൻ, അല്ല അപ്പച്ചന്റെ പേരക്കുട്ടി പട്ടിണി കിടക്കുന്ന കാര്യം ഓർക്കുമ്പോ വയറ്റി കിടക്കുന്ന ഈ കുഞ്ഞിനെ വേണ്ടെന്ന് തന്നെ തോന്നിപ്പോവും. അയ്യോ, അങ്ങനൊന്നും ചിന്തിക്കല്ലേ മോളെ. സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കാം. പ്രമാണങ്ങളൊക്കെ ഞാനൊന്ന് എണ്ണി തിട്ടപ്പെടുത്തട്ടെ. ആ, കള്ളന്മാര് വല്ലതും കൊണ്ടുപോയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. വേണ്ടായോ? നീ ഉള്ള കാര്യം എന്താന്ന് വെച്ചാ പറ. സത്യത്തിൽ നീ ഗർഭിണിയാന്നോ? കള്ളം പറഞ്ഞതാ എന്റെ ഇച്ഛായ. എടി, നീ പറയണതൊന്നും ആ അന്നാമ്മച്ചി എടുത്ത് വിശ്വസിക്കുകയല്ല. അവര് നിന്റെ കള്ളത്തരം പീലിപ്പോസ് അച്ചായനോട് പറയും, അതോടെ എല്ലാം പൊളിയും. അന്നാമ്മയും ബോബനും ചെന്ന് ചെവി കടിച്ച അപ്പച്ചന്റെ മനസ്സ് മാറുകയില്ല. പിന്നെ വയറ് വളരുകയില്ല എന്ന് പറഞ്ഞത് നേരാ. സ്വത്തുക്കൾ കിട്ടാൻ നമ്മുടെ കുഞ്ഞ് എത്രയും വേഗം ഭൂമി കണ്ടേ പറ്റൂ. അതിനിപ്പോ എന്നാ വഴിയാ എന്റെ കർത്താവേ. മൊത്തത്തിലെല്ലാം അബദ്ധമായെന്നാ എനിക്കിപ്പോ തോന്നണേ. അതെന്നാ ഇച്ചായ അങ്ങനെ? അല്ല, എന്ന് വെച്ചാ വേറെ എന്നതേലും ഒരു തന്ത്രം മതിയായിരുന്നു. ആ വട്ടം ഫിലിപ്പോസ് കൊച്ചേ എന്നാ 24 മണിക്കൂർ ഉരുവിടുന്നേ. കൊച്ചിനെ കിട്ടിയാ നേരെ മാലാഖമാർ വന്നു സ്വർഗത്തിലോട്ട് വിളിച്ചോണ്ട് പോകുന്ന ആ പ്രാന്തന്റെ ആക്രാന്തം. എന്നതായാലും നമുക്ക് കൊച്ചുണ്ടായേ പറ്റൂ. അതെ, തൽക്കാലം കൊച്ചും കിച്ചും ഒന്നും വേണ്ട. നീ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചേ. ആ, അല്ല പിന്നെ എന്നാലും പോലീസിനെ വെട്ടിക്കാൻ അണ്ണനെ കഴിച്ചേ ഈ ഭൂമിയില് വേറെ ആളുള്ളൂ. എന്നാലും തമ്പിയണ്ണൻ ഞങ്ങളുടെ അക്കരക്കാടൊക്കെ മറന്നു. വലിഞ്ഞു കയറി ഇവിടം വരെ എത്തണമെങ്കിൽ 6 ദിവസം വേണ്ടായോ? കഞ്ചാവില്ല, ചന്ദനവും ഇല്ല. പിന്നെ എന്നാത്തിനാ ഞാൻ ഈ മല കയറി വരുന്നത്? ഓ, പിന്നെന്തിനാ ഇപ്പം വന്നത്? ഞങ്ങളുടെ സങ്കടം കാണാനോ? അല്ല, നിങ്ങളെ രക്ഷിക്കാൻ. രക്ഷിക്കാനാ? എന്ന് വെച്ചാല് എന്നതാ നീ നിന്റെ മാമനും കൂടി കരുതിക്കണേ? നാട്ടിലുള്ള വലിയൊരു പണക്കാരന്റെ കൊച്ചിനെ ഒളിപ്പിച്ചും കൊണ്ട് ആദിവാസിയായിട്ട് വളർത്തിക്കളയാം. എന്നിട്ട് കൊച്ചു ചത്തെന്ന് പോലീസിനോടൊരു കള്ളവും. എന്റെ തമ്പിയണ്ണ, ഇത് ഇത്രയും വലിയ പുലിവാലാകുന്ന ആരെങ്കിലും കരുതിയാ? പിന്നെന്ത്, പോലീസ് ആദ്യം വന്നപ്പോ കൊച്ചിനെയും കൊടുക്കാൻ ഞാൻ. അത് പിന്നെ എല്ലാവരും കൂടി ഇങ്ങ് വന്നപ്പോ ഒരു ആവേശം മൂത്ത്. ആ, എങ്കി ആ ആവേശം നാളെ കൊണ്ടങ്ങ് തീരും. നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ ആർഡർ കൊടുത്തിരിക്കുകയാണ്. അയ്യോ, നാളെയോ മറ്റന്നാളോ പോലീസുകാർ തോക്ക് നിറച്ച് ഇവിടെ എത്തും. എതിർത്താ പിന്നെ തുരുതുരാന്ന് വെടിയാ. തമ്പിയണ്ണ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ആട്ടെ, ആ കൊച്ചിപ്പോ എവിടെയുണ്ട്? അത് 4 കുടിക്ക് അപ്പുറത്ത് തങ്കമണിയുടെ കയ്യിലാ. ആ കരിമൻ കൊച്ചിനെ കൊണ്ടുപോകാൻ ഉടനെ എത്തും. പോലീസിനെ വെട്ടിച്ച പോലെ കരിമനെ വെട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഈ കാട് മുഴുവൻ അവൻ അരിച്ചു പൊറുക്കും. കൊച്ചിനെ കണ്ടുപിടിച്ചാൽ നീയും നിന്റെ മാമനും പിന്നെ ജീവിതകാലം മൊത്തം ജയിലിനകത്താ. അണ്ണ, എങ്ങനെയല്ലേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണ്ട. ആ, കൊച്ചിനെ ഇപ്പൊ തന്നെ ഈ കാട്ടിൽ നിന്ന് മാറ്റണം. അയ്യോ,
അതെങ്ങനെ തമ്പിയണ്ണ? ഞാൻ മാറ്റിത്തരാം. പോലീസ് കാടും കയറി മുച്ചൂടും മുടിക്കാതിരിക്കാൻ ഇനി അതേ ഉള്ളൊരു വഴി. അപ്പൊ കുഞ്ഞ് അതിനെനിക്ക് വേണം തമ്പിയണ്ണ. എനിക്ക് വളർത്തണം. അതൊക്കെ പിന്നെ. ആദ്യം പോലീസിന്റെ അന്വേഷണം അവസാനിക്കട്ടെ. ആ ചിന്നുവിനെ കരിമനെ ഒരു പാഠം പഠിപ്പിക്കാനാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ചന്തയിൽ കയറി വന്ന അവൻ പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കാൻ നോക്കി. ചത്ത അനാഥ ചെറുക്കൻ ടോമിച്ചനെ കാട്ടിക്കൊടുത്തതിന് കരിമന അങ്ങനെയാ എനിക്ക് ഉപകാരം ചെയ്തത്. വിടത്തില്ല ഞാൻ. ഈ കേസിൽ രണ്ടിനെയും ഞാൻ അഴിയണ്ണിക്കും. അപ്പൊ കുഞ്ഞ് അപ്പുറത്തെ കുടിയിൽ വന്ന് കൊച്ചിനെയും എടുത്തുക. ബാക്കിയൊക്കെ ഈ തുരുമ്പ് തമ്പി ഏറ്റു. കരിമ, പട്ടിണി കിടന്നോണ്ട് നീ കുഞ്ഞിനെ കൊണ്ടുവരാൻ പോണ്ട. വഴിയിൽ വെച്ചത് കഴിച്ചോ. നെടുവൻകിഴങ്ങ വേണ്ട ചിന്നു. വേണം. മല കയറി തളർന്നു ചെന്ന അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കരിമന്? വീറും വാശിയും മനസ്സിൽ തോന്നാൻ ശരീരത്തിന് ശക്തി കൂടി വേണം. പോകുന്ന വഴിക്ക് ഇത് തിന്നേ പറ്റൂ. ഞാൻ കഴിച്ചോളാം. നിനക്ക് എന്ന വാക്ക് ഞാൻ പാലിക്കും. അവളെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും. ഇത് കരിമൻ ചുമ്മാ പറയുന്ന വാക്കല്ല. കുഞ്ഞിനെ നിന്റെ കൈ തന്നിട്ട് ജയിലിൽ പോകേണ്ടി വന്നാൽ എനിക്ക് സങ്കടമില്ല. അങ്ങനൊന്നും പറയേണ്ട കരിമ. നീ ചെന്ന് ചോദിച്ച ചെമ്പകൻ കുഞ്ഞിനെ തരും. പോലീസൊക്കെ അന്വേഷിച്ച് ചെന്നതിന്റെ പേടി കാണും ചെമ്പകത്തിന്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ കൂട്ടരെ കൂട്ടി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാവും നോക്കുന്നത്. എന്തായാലും ചെന്ന് നോക്കട്ടെ. രണ്ടും മനസ്സിലുറപ്പിച്ചാ എൻ്റെ പോക്ക്. മര്യാദയ്ക്ക് കൊച്ചിനെ തരാതെ പോലീസിനോട് കളിച്ച കളി എന്നോട് കളിച്ചാ ചിന്നു, ഞാൻ ജീവനോട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് വരൂ. ഇല്ലെങ്കിൽ കരിമൻ തിരിച്ചു വരില്ല. ഞാൻ എനിക്ക് എന്നെ അങ്ങ് കൊല്ലടാ. വെട്ടിക്കൊല്ല്. കൊച്ചു ചത്തെന്ന് പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ എന്നെയും കൂടി കൊന്ന് എന്റെ കൊച്ചിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കത്തിക്കിടാ. എന്നെ ചതിക്കാൻ കൂട്ടുന്നതിന്റെ കഴുത്ത് കണ്ടിക്കാൻ കരിമൻ ഒരു മടിയില്ല. കണ്ടും ചെയ്ത് മടുത്തവനാ ഞാൻ. നിന്നെ ആര് ചതിച്ചെന്നാ പറയുന്നേ? നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഇവനല്ലേ ചതിച്ചേ. ഇത്രയും നാളും കൊച്ചുങ്ങളില്ലാതെ സങ്കടപ്പെട്ട് കഴിഞ്ഞ എന്റെ മുന്നില് ഒരു ദിവസം ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് പറഞ്ഞതാ, ഈ കൊച്ചിനെ നീ വളർത്തിക്കോളാൻ. ഇനി ഒരിക്കലും കൊച്ചിനെ ചോദിച്ചാരും വരത്തില്ലെന്നും പറഞ്ഞു. ഇവനോട് ഞാൻ ചോദിച്ചിട്ടാന്നു എനിക്ക് കൊച്ചിനെ കൊണ്ട് തന്നെ? അല്ല, എന്നെ ചതിക്കാൻ വേണ്ടി അവൻ ചെയ്തതാ. കള്ളം പറഞ്ഞോണ്ടല്ലോ. കള്ളമല്ല, സത്യമാ. ഉറങ്ങിക്കിടന്ന് എന്റെ കുഞ്ഞിന്റെ നെഞ്ചിലേക്ക് എങ്ങനെ ഒരലും മറിഞ്ഞു വീണേ? നിങ്ങൾ എല്ലാരും കേൾക്കണം. പെരിച്ചാഴി പൂച്ച ഓടിയാല് ഒരല് മറിഞ്ഞു വീഴുവോ? അത് വലിയൊരു മുട്ട ഒരല്. ഇവൻ ഒളിച്ചു വന്ന് മറിച്ചിട്ടതാ എന്റെ കുഞ്ഞിന്റെ നെഞ്ചത്തേക്ക്. ഇവിടെ നുണ പറയാ. ഇനി നീ വളർന്നാ സത്യം തന്നെ ഞാൻ കൊല്ലും. കൊന്നേക്കിടാ. എനിക്ക് കുഞ്ഞിനെ തന്ന് മോഹിപ്പിച്ച് അതിനെ കൊന്ന് നിന്നെ അലങ്കാളി വെറുതെ വിടത്തില്ല. നിർത്തരുത് നിന്റെ അലമറ. മര്യാദ കൊച്ചിനേക്കിതാ, അല്ലെങ്കിൽ അകത്ത് കയറി എടുത്തോണ്ട് ഈ കരിമൻ അറിയാം. ഏതോന്ന് തടയുന്നത് ഞാനൊന്ന് കാണട്ടെ. ചെന്ന് എടുത്തോണ്ട് പോ. ആരെ ബോധിപ്പിക്കാനാ നീ ഇങ്ങനെ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞു വരുന്നേ? തന്നെ കൊന്ന് കൊച്ചിനെ ചോദിച്ചു വന്നേക്കുന്നു. ചെല്ലടാ, തെക്കേ പറമ്പിലേക്ക് ചെല്ല്. അവിടെ കിടപ്പുണ്ടെ കൊച്ച് ചാരമായിട്ട്. അതെടുത്ത് മേലാക്കി തേക്ക്. അതുകൊണ്ട് കാണിക്കുന്നില്ല പോലീസിനെ. എന്നാലും എന്റെ കുഞ്ഞിനെ കൊന്നേ. എന്തു പറ്റി? എന്താ?